Hi everyone. Today let's start with the topic PLC system. PLC system consists of central processing unit, memory unit, input module, output module and a power supply block. These are the major blocks in a PLC system. So let's start with input module. Input module connect the input terminal to the rest of the system. അതായത് നമ്മൾ പ്ലാന്റും പി എൽ സിയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് മൊഡ്യൂളാണ്. അപ്പം പ്ലാന്റിലുള്ള സെൻസേഴ്സിന് സിഗ്നൽസ് റിസീവ് ചെയ്ത് പി എൽ സിയിലേക്ക് പാസ് ചെയ്യുന്നത് ഏതാണ്? ഇൻപുട്ട് മൊഡ്യൂളാണ്, പ്രോസസ്സറിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പം ഇൻപുട്ട് മൊഡ്യൂൾ ഡിറ്റക്ട് ദ സിഗ്നൽ ഫ്രം സെൻസേഴ്സ് ആൻഡ് then it convert that signal into a voltage level that can be received by the processor. അതായത് സിഗ്നലിന് ഇവിടുന്ന് സെൻസേഴ്സിന് റിസീവ് ചെയ്ത സിഗ്നൽസിനെ ഒരു വോൾട്ടേജ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് നമ്മൾ പ്രൊസസ്സറിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് ലെവലിലേക്ക് ആ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യും. സോ ഫസ്റ്റ് ഇൻപുട്ട് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യുക, പ്ലാന്റ് സൈഡിൽ നിന്നുള്ള സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്യുക, പിന്നെ അതിന് പ്രൊസസ്സറിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിന്നെ ഇൻപുട്ട് മൊഡ്യൂൾ ഇറ്റ് സെൻഡ് എ സിഗ്നൽ ടു ദ പി എൽ സി ഇൻപുട്ട് ഇൻഡിക്കേറ്റർ. അതായത് പി എൽ സി ഇൻപുട്ട് ഇൻഡിക്കേറ്ററിലേക്ക് ഒരു സിഗ്നലിനെ പാസ് ചെയ്യും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻപുട്ട് മൊഡ്യൂളിൽ കുറേ ടെർമിനൽസ് ഉണ്ട്, ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട്. അപ്പോൾ ഏത് ഇൻപുട്ട് ടെർമിനൽസിലാണ് നമ്മുടെ സിഗ്നൽ റിസീവ് ചെയ്തിരിക്കുന്നത് അത് പി എൽ സിക്ക് മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇൻപുട്ട് മൊഡ്യൂൾ എന്ത് ചെയ്യും? ഒരു സിഗ്നൽ എവിടത്തേക്ക് സെൻഡ് ചെയ്യും? പി എൽ സി ഇൻപുട്ട് ഇൻഡിക്കേറ്ററിലേക്ക് സെൻഡ് ചെയ്യും. അപ്പം പി എൽ സിക്ക് പ്രൊസസ്സറിൽ മനസ്സിലാവും ഏത് ഇൻപുട്ട് ടെർമിനലാണ് നമ്മുടെ സിഗ്നൽ റിസീവ് ചെയ്തിരിക്കുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ഇൻപുട്ട് മൊഡ്യൂൾ. സോ നെക്സ്റ്റ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ മെയിനായിട്ട് രണ്ട് പാർട്ടാണ്, പ്രൊസസ്സറും അതേപോലെ മെമ്മറിയും. അപ്പം സി പി യു ആണ് നമ്മുടെ ബ്രെയിൻ ഓഫ് ദി പി എൽ സി ആയിട്ട് പറയുക. അതായത് നമ്മൾ ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ ബ്രെയിൻ ഓഫ് പി എൽ സി. സോ അപ്പം ഇതിലൊരു പ്രൊസസ്സർ പാർട്ടും ഉണ്ട്, അതേപോലെ മെമ്മറി പാർട്ടും ഉണ്ട്. അപ്പം പ്രൊസസ്സറിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊസസ്സർ ആക്സെപ്റ്റ് ദി ഇൻപുട്ട് ഡാറ്റ ഫ്രം വേരിയസ് ഡിവൈസസ്, സെൻസിങ് ഡിവൈസസ് എന്നുള്ള ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യും അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാം. അതായത് പ്രോഗ്രാമിനനുസരിച്ച് നമ്മൾ എന്താണ് യൂസർ റൈറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം അതിനനുസരിച്ചിട്ട് അത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട്, അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് മൊഡ്യൂളിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് പ്രൊസസ്സറിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് മൊഡ്യൂളിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സിഗ്നൽസിനെ പ്രൊസസ്സർ ആക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിനനുസരിച്ചിട്ട് അതിനെ റൺ ചെയ്യുന്നു, എന്നിട്ട് ഔട്ട്പുട്ട് മൊഡ്യൂളിലേക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് സിഗ്നൽ സെൻഡ് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെമ്മറി എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. സോ എന്താ നോൺ വോളറ്റൈൽ മെമ്മറീൻ്റെ പ്രത്യേകത? നമ്മൾ പവർ ലോസ് ദ പ്രോഗ്രാം വിൽ നോട്ട് ബി ലോസ്റ്റ് ഇഫ് ദ പവർ ഈസ് റിമൂവ്ഡ്. അതായത് പവർ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് പ്രോഗ്രാം അതേപോലെ തന്നെ അവിടെ ഉണ്ടാകും, അത് പ്രോഗ്രാം ലോസ് ചെയ്യില്ല. സോ മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. പിന്നെ നമുക്കറിയാം പി എൽ സിയിലെ എല്ലാം പാസ് ചെയ്യുന്ന സിഗ്നൽസ് എല്ലാം ഏത് സിഗ്നൽസാണ്? ഡിജിറ്റൽ സിഗ്നൽസാണ്. അപ്പോൾ ആ ഡിജിറ്റൽ സിഗ്നൽസിൻ്റെ പാത്തിനെ പറയുന്ന ആ ഒരു ഫ്ലോ അതെന്ന് പറയുന്നത് ത്രൂ ബസ്സസിലൂടെയാണ് ഡിജിറ്റൽ സിഗ്നൽസ് പാസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ സി പി യുവിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ബസ്സസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ബസ്, അതായത് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എലമെൻറ്റ്സ് തമ്മിൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡാറ്റ ബസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അഡ്രസ് ബസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർഡ് ഡാറ്റയുടെ അഡ്രസ്, അതായത് നമ്മളിപ്പോൾ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തു, അപ്പോൾ ഏത് അഡ്രസ്സിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയണം. അപ്പം അത് എല്ലാ എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതായത് അഡ്രസ്സ് സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അഡ്രസ് ബസ്. നെക്സ്റ്റ് കൺട്രോൾ ബസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സിഗ്നൽ റിലേറ്റിംഗ് ടു ദ ഇൻറ്റേർണൽ കൺട്രോൾ ആക്ഷൻ, അതായത് ടു സെൻഡ് സിഗ്നൽ റിലേറ്റിംഗ് ടു ദ ഇൻറ്റേർണൽ കൺട്രോൾ ആക്ഷൻസ്, അതായത് കൺട്രോൾ സിഗ്നൽസിനെ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ ബസ്സസ്. സോ ഇതാണ് മേജർ 3 ബസ്സസ് ഇൻ സി പി യുയിൽ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള 3 ബസ്സസ്. നെക്സ്റ്റ് ഔട്ട്പുട്ട് മൊഡ്യൂൾ. അപ്പം നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും ഔട്ട്പുട്ട് മൊഡ്യൂൾ സി പി യുന്ന് ഔട്ട്പുട്ട് മൊഡ്യൂൾ
അപ്പോൾ ഔട്ട്പുട്ട് മൊഡ്യൂളിന് നമ്മൾ പ്ലാന്റിലേക്ക്, അതായത് ഔട്ട്പുട്ട് PLCനെ പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഔട്ട്പുട്ട് മൊഡ്യൂൾ വഴിയാണ്. അപ്പോൾ ഔട്ട്പുട്ട് മൊഡ്യൂൾ കുറേ ടെർമിനൽസ് ഉണ്ട്. ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് ടെർമിനൽസ് ഉണ്ട്. അപ്പോൾ ആ ടെർമിനൽസ് ഔട്ട്പുട്ട് ഡിവൈസസ്, അതായത് നമ്മുടെ ആക്ച്വേറ്റേഴ്സ്, സോളിനോയിഡ്സ്, മോട്ടോർ സ്റ്റാർട്ടേഴ്സ്, ഇതൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈഡിലുള്ള ടെർമിനൽസ്. സോ ഈ ഡിവൈസസുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി, PLCനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് മൊഡ്യൂൾ. So role of an output module is to translate signal from PLC CPU into a form of that the output device can use. അപ്പം നമ്മളിവിടെയുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് ആക്ച്വേറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സ്, സോളിനോയിഡേഴ്സ്, അപ്പോൾ അതിനൊക്കെ ഉള്ള സിഗ്നൽസ് ഔട്ട്പുട്ട് മൊഡ്യൂൾ PLC എന്നുള്ള സിഗ്നൽസ് ഔട്ട്പുട്ട് മൊഡ്യൂളാണ് സെൻഡ് ചെയ്യുക. അപ്പം ഈ സിഗ്നൽസിനെ ആസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഈ ആക്ച്വേറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സിനൊക്കെ ആസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. അതായത് പ്രോസസ്സറിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസസിന് ആസ് ചെയ്യാൻ പറ്റുന്ന സിഗ്നൽസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിൻ്റെ വോൾട്ടേജ് ലെവൽ കൺവേർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്കറിയാം ഇപ്പം ഒരു പ്ലാന്റ് സൈഡിലെല്ലാം യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ലെവലിൻ്റെ ആണെങ്കിൽ കറണ്ട് ലെവലും വെരി ഹൈ വോൾട്ടേജ് ആൻഡ് കറണ്ട് ലെവലാണ്. സോ നമ്മൾ PLC യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എക്സ്ട്രാ കെയർ കൂടി കൊടുക്കണം. കാരണം എന്തെങ്കിലും വോൾട്ടേജ് ഇപ്പോൾ കൺവേർഷൻ ഇൻപുട്ട് മൊഡ്യൂൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എൻ്റെ PLC സിസ്റ്റത്തിന് പ്രോബ്ലം ഉണ്ടാകും. സോ നമ്മൾ അവിടെ ഒരു ഐസൊലേഷൻ പാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഒപ്റ്റോ ഐസൊലേറ്റർ. ഇൻപുട്ട് മൊഡ്യൂളിലും ഔട്ട്പുട്ട് മൊഡ്യൂളിലും രണ്ട് സെക്ഷനിലും എന്തുണ്ട്? ഒപ്റ്റോ ഐസൊലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒപ്റ്റോ ഐസൊലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ലൈറ്റാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നെക്സ്റ്റ് കോമ്പണൻറ്റ്, അതായത് രണ്ട് കോമ്പണൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു കോമ്പണൻറ്റിൽ റിസീവ് ചെയ്ത ഇലക്ട്രിക്കൽ സിഗ്നലിനെ നെക്സ്റ്റ് കോമ്പണൻറ്റിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡിവൈസിലേക്ക് പാസ് ചെയ്യുമ്പോൾ അത് ഏത് ഫോമിലാണ്? ലൈറ്റിൻ്റെ ഫോമിലാണ് പാസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ലൈറ്റ് നെക്സ്റ്റ് കോമ്പണൻറ്റ് റിസീവ് ചെയ്ത് അത് ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്ത് ദെൻ ആ ഇലക്ട്രിക്കൽ സിഗ്നലാണ് പാസ് ചെയ്യുന്നത്. സോ ഈ രണ്ട് ഇൻപുട്ട് മൊഡ്യൂൾ സൈഡിലും ഔട്ട്പുട്ട് മൊഡ്യൂൾ സൈഡിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്റ്റോ ഐസൊലേറ്റർ ഫോർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഫോർ ഐസൊലേഷൻ, അതായത് ഇലക്ട്രിക്കൽ പാർട്ടിന്ന്, ഈ പ്ലാന്റ് സൈഡിലെ ഇലക്ട്രിക്കൽ പാർട്ടിന്ന് PLCനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒപ്റ്റോ ഐസൊലേറ്റേഴ്സിലും ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സൈഡിലും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രോഗ്രാമിംഗ് ഡിവൈസസ്, അതായത് പ്രോഗ്രാമിംഗ് ഡിവൈസ്. അപ്പോൾ പേഴ്സണൽ കമ്പ്യൂട്ടറാണ് മോസ്റ്റ്ലി നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ട്, PLC സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പുതുതായിട്ട് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ ഓൾറെഡി ഉള്ള പ്രോഗ്രാമിനെ എഡിറ്റ് ചെയ്യാം, ട്രബിൾ ഷൂട്ട് ചെയ്യാം, ഒക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. PC അല്ലെ പ്രോഗ്രാമിംഗ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ PLCനെയും പ്രോഗ്രാമിംഗ് ഡിവൈസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ സീരിയൽ ഓർ പാരലൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വഴിയാണ്. സീരിയൽ ഓർ പാരലൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വഴി ഈ PCയും PLCയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് PLC ഓപ്പറേഷൻസ്. അപ്പോൾ PLC എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സോ PLC നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സൈക്ലിംഗ് ടൈം മോണിറ്റർ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് സൈക്ലിംഗ് ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ടൈം. അപ്പം ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്തു, ആ മോണിറ്ററിംഗ് ഓഫ് ടൈം, സൈക്കിൾ ടൈം മോണിറ്ററിംഗ് നടത്തും. നെക്സ്റ്റ് അത് റീഡ് ഡാറ്റ ഫ്രം ഇൻപുട്ട് മൊഡ്യൂൾ, അതായത് ഡാറ്റ നമ്മൾ ഇൻപുട്ട് മൊഡ്യൂളിലേക്ക് റിസീവ് ചെയ്തിരിക്കുന്ന ഡാറ്റേനെ റീഡ് ചെയ്യും. ആൻഡ് ചെക്ക് ദ സ്റ്റാറ്റസ് ഓഫ് ഓൾ ഇൻപുട്ടിലുള്ള എല്ലാ ഇൻപുട്ടിലെയും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും. അതായത് എല്ലാ ഇൻപുട്സിൻ്റെയും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും. ഇൻപുട്ട് മൊഡ്യൂൾ റിസീവ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസർ പ്രോഗ്രാം വർക്കിംഗ്. അപ്പം യൂസർ പ്രോഗ്രാം നമുക്കറിയാം, നമ്മൾ റൈറ്റ് ചെയ്ത പ്രോഗ്രാം, അതായത് യൂസർ പ്രോഗ്രാം. അപ്പം ആ പ്രോഗ്രാമിങ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് നമ്മൾ ഇൻപുട്ട് മൊഡ്യൂളിൽ റിസീവ് ചെയ്ത സിഗ്നൽസിന് അക്കോർഡിംഗ് ആയിട്ട് നമ്മുടെ യൂസർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് റൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ലാംഗ്വേജ്, ഒന്നിക്കൽ ലാഡർ ലോജിക്ക് അല്ലെങ്കിൽ ഇനി അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോഗ്രാം റൈറ്റ് ചെയ്യാം. നെക്സ്റ്റ് CPU പെർഫോംസ് ഓൾ ഇൻറ്റേർണൽ ഡയഗ്നോസിസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടാസ്ക്. അപ്പം നെക്സ്റ്റ് അതിൻ്റെ പ്രോഗ്രാമിംഗ് എക്സിക്യൂഷൻ പാർട്ടാണ്. അപ്പം എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് എല്ലാം അതിന് അക്കോർഡിംഗ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട്, അതായത് പ്രോഗ്രാമിംഗ് ചെയ്ത് അതിന് അക്കോർഡിംഗ്
ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് റൈറ്റ് ഡാറ്റ ഇൻ ടു ഔട്ട്പുട്ട് മൊഡ്യൂൾ. സോ ഫസ്റ്റ് റീഡ് ഇൻപുട്ട് മൊഡ്യൂളിൽ നിന്നുള്ള ഡാറ്റനെ റീഡ് ചെയ്തു, ദെൻ പ്രോഗ്രാം യൂസർ പ്രോഗ്രാം റൺ ചെയ്തു, ദെൻ ഫൈനലി നമുക്ക് ആ പ്രോഗ്രാമിനനുസരിച്ച് ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ട് ഡാറ്റേനെ ഇതിലേക്ക് നമ്മൾ ഔട്ട്പുട്ട് മൊഡ്യൂളിലേക്ക് റൈറ്റ് ചെയ്യുക. അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാമിംഗ് റിസൾട്ട് it writes the data into output module so that all output are updated. അപ്പം ലാസ്റ്റ് എല്ലാ ഔട്ട്പുട്ടും അപ്ഡേറ്റ് ചെയ്യും ഏതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയ പ്രോഗ്രാമിംഗ് റിസൾട്ടിനനുസരിച്ചിട്ട് എല്ലാം അതിനനുസരിച്ചിട്ടുള്ള ഡാറ്റാസ് ആണ് ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്യുക. അത് അപ്പം എല്ലാ ഔട്ട്പുട്ടും അതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ PLC റൺ മോഡിലാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. So this is about PLC operations. Next, PLC versus personal computer. So നമുക്കറിയാം PC അധികവും നമ്മൾ യൂസ് ചെയ്യുന്ന mostly it is mostly used for personal activities. But PLC അധികവും ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫോർ ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻസിനാണ് PLC യൂസ് ചെയ്യുക. ദെൻ ഇറ്റ് ഈസ് ഈസിലി പ്രോഗ്രാംഡ്. അതായത് നമുക്കറിയാം PLC പെട്ടെന്ന് പ്രോഗ്രാം ചെയ്യാൻ ഈസിയാണ്. PLC ലാംഗ്വേജസ് ആണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലാഡർ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെക്കുറിച്ചിട്ട് പറയാം. അപ്പോൾ ഈ ലാഡർ പ്രോഗ്രാമിംഗ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ചെയ്യാനും പറ്റുന്ന പ്രോഗ്രാമിംഗ് ആണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് PLCയിൽ. പക്ഷേ PCയിൽ എന്താ പറയുക, സൈമൾട്ടേനിയസ് ആയിട്ട് പ്രോഗ്രാമിംഗ് റൺ ചെയ്യാനും അതൊക്കെ പറ്റും. ബട്ട് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ് കമ്പയർഡ് ടു PLC. പിന്നെ ഇറ്റ് ഹാസ് നോ കീബോർഡ് ഇല്ല PLCക്ക്. CD ഡ്രൈവ് ഇല്ല, മോണിറ്റർ ഇല്ല, ഓർ ഡിസ്ക് ഡ്രൈവ്, ഇതൊന്നും PLCക്ക് ഇല്ല. ബട്ട് PC ക്ക് ഉണ്ട്. നമുക്കറിയാം കീബോർഡ് ഉണ്ട്, CD ഡ്രൈവ് ഉണ്ട്, മോണിറ്റർ ഉണ്ട്, ഡിസ്ക് ഡ്രൈവ് ഉണ്ട്, എല്ലാം ഉണ്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻ പോർട്സ് ആൻഡ് ടെർമിനൽസ് ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. അതായത് PLCക്ക് കുറേ കമ്മ്യൂണിക്കേഷൻ പോർട്സ് ഉണ്ട്, കുറേ ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട്, ഔട്ട്പുട്ട് ടെർമിനൽസ് ഉണ്ട്. പക്ഷേ PCക്ക് ദാറ്റ് ഈസ് ലിമിറ്റഡ്. അതെല്ലാം ലിമിറ്റഡ് പോർട്സും ലിമിറ്റഡ് ടെർമിനൽസും മാത്രമേ ഉള്ളൂ. പിന്നെ സോ ദിസ് ഇസ് അപ്പോൾ ഇതാണ് PLC വേഴ്സസ് PC. അപ്പം PLC എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റിലായിട്ടാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. PC മോസ്റ്റ്ലി നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഈസി പ്രോഗ്രാം ചെയ്യാൻ പറ്റും PLCയിൽ. PCയിലാണെങ്കിൽ ഇറ്റ് ഈസ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് കമ്പയർഡ് ടു PLC. പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും ഈസിയാണ് PLCയിൽ. പിന്നെ അതേപോലെ കീബോർഡ്, CD ഡ്രൈവ്, മോണിറ്റർ, ഡിസ്ക് ഡ്രൈവ് അതൊന്നും PLCയിലില്ല. ബട്ട് PC ഹാസ്. ആൻഡ് ലാസ്റ്റ് PLC has communication ports, terminals for input and output device. PCs have only limited ports and terminals. So ഇതാണ് മെയിൻ ആയിട്ടുള്ള PLCയും PC തമ്മിലുള്ള കമ്പാരിസൺ. So that's all for today. Thank you.